ഈ ചാനലൊന്ന് സബ് ചെയ്യണേ. എല്ലാവരും ഒന്ന് സബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വലിയ ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. പ്ലീസ് ഒന്ന് സബ് ചെയ്യണേ ചാനൽ. രണ്ടാം ടെസ്റ്റിൽ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യണ കാര്യം മറക്കാതിരിക്കുക. അപ്പം നമുക്ക് നേരെ ക്രിക്കറ്റ് വാർത്തയിലേക്ക് പോകാം. ഇതുപോലെ ക്രിക്കറ്റ് വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ്. ആദ്യ ടെസ്റ്റിൽ 5 വിക്കറ്റിന്റെ പരാജയം ഏറ്റുവാങ്ങിയ ഇന്ത്യക്ക് രണ്ടാം ടെസ്റ്റ് ഏറെ നിർണായകമാണ്. ഒപ്പത്തിനൊപ്പം എത്താൻ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന സൂചന വരുന്നുണ്ട്. തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാവും. ആദ്യത്തെ തിരിച്ചടി എന്ന് വെച്ചാൽ ജസ്പ്രീത് ബുംറ, ഇന്ത്യയുടെ സ്റ്റാർ പേസ് ബോളർ ജസ്പ്രീത് ബുംറ ഈ രണ്ടാം ടെസ്റ്റിൽ ഉണ്ടാവില്ല എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ബുംറ ഇല്ലെങ്കിൽ അത് ഇന്ത്യക്ക് തീരാ നഷ്ടമായിരിക്കും. മാത്രമല്ല ആർച്ചറിങ്ങളുടെ ഇംഗ്ലണ്ട് ടീമിൽ തിരിച്ചു വന്ന സാഹചര്യത്തിൽ ഇംഗ്ലണ്ട് ടീം ഒന്നും കൂടെ ശക്തമാകും. ആ സമയത്ത് ജസ്പ്രീത് ബുംറയെ പോലൊരു സ്റ്റാർ പേസർ ഇല്ലെങ്കിൽ അത് ഇന്ത്യക്ക് ഏറെ തിരിച്ചടിയാവും. ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ അർഷദീപ് ആയിരിക്കും ഇന്ത്യൻ പേസ് ബോളിങ്ങിന്റെ കുന്തമന. എത്ര കണ്ട് അർഷദീപ് ബുംറയ്ക്ക് പകരമാകുമെന്ന് കാത്തിരുന്ന് കാണാം. പിന്നെ കൃഷ്ണയ്ക്ക് പകരം ആകാശദീപും വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ഇന്ത്യയുടെ പ്ലേയിങ് 11 നമുക്കൊന്ന് നോക്കാം. ജയ്സ്വാൾ, രാഹുൽ ഓപ്പണിംഗ്. സായി സുരേഷിന് 3-ാം നമ്പറിൽ ഒന്നും കൂടെ അവസരം കൊടുക്കും. 4-ാം നമ്പറിൽ ക്യാപ്റ്റൻ ഗില്ല്, 5-ാം നമ്പറിൽ പന്ത്, 6-ാം നമ്പറിൽ കരുൺ നായർ, 7-ാം നമ്പറിൽ ജഡേജ, 8-ാം നമ്പറിൽ ടാഗോറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കും വന്നത്. ടാഗോർ ബൗളിങ്ങിനും ബാറ്റിങ്ങിനും ഒരുപോലെ ആദ്യ ഇന്നിങ്സ് പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ റെഡ്ഡിക്ക് അവസരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാം ടെസ്റ്റ് 2-ാം തീയതിയാണ്. അപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിക്ക് സാധ്യതയുണ്ട്. പിന്നെ കൃഷ്ണയ്ക്ക് പകരം